ചാനലാണ്. നമുക്കറിയാം 27 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ കരിയിൽ സഫ്വാന് ഇരുവൃക്കളും തകരാറിലായി വലിയ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അതിൻ്റെ 27 ദിവസം പൂർത്തീകരിച്ചപ്പോൾ 23 ദിവസം കൊണ്ട് 40 ലക്ഷം രൂപയാണ് നമ്മൾ പൊതുസമൂഹത്തോട് ചോദിച്ചത്. അത് 27 ദിവസത്തിലേക്ക് മാറാനുള്ള കാരണം ചില ഓഫർ ചെയ്ത ഫണ്ടുകൾ കയ്യിൽ കിട്ടേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഫ്വാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സഫ്വാന്റെ ചികിത്സ നടക്കുന്നത്, ഡയാലിസിസ് നടക്കുന്നത് മിംസ് ഹോസ്പിറ്റലാണ്. ഇന്ന് രാവിലെയും സഫ്വാൻ മിംസിലേക്ക് പോയിട്ടുണ്ട്. കിഡ്നി മാറ്റി വെക്കേണ്ടത് എറണാകുളം ലക്ഷർ ഹോസ്പിറ്റലാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ കൺവീനർ സംസാരിക്കും. ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്താനുള്ള കാരണം സഫ്വാന് ആവശ്യത്തിനും തുടർ ചികിത്സക്കും, അതുപോലെ തന്നെ നമ്മൾ സഫ്വാന്റെ ചികിത്സ തുടങ്ങാൻ വേണ്ടി ഒരു ബഹുജന മീറ്റിംഗ് 8-ാം തീയതി വിളിച്ചപ്പോൾ പോത്തനൂരിലുള്ള മുത്തൂന് വേണ്ടിയിട്ട് ഒരു 5 ലക്ഷം രൂപയും, അതുപോലെ തന്നെ ഞാൻ ആ മീറ്റിലേക്ക് കടന്നു വരുമ്പോൾ ഗഫൂർ എന്ന ചെറുപ്പക്കാരൻ്റെ ഒരു സഹായം ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്നു. അത് മാറ്റി വെച്ച് കടവത്തുള്ള 2 പ്രധാനപ്പെട്ട രോഗികളും അല്ലെങ്കിൽ രോഗി മരിക്കുകയും ചെയ്തിരുന്നു. അവർക്കും ഒരു സഹായം നൽകേണ്ടതുണ്ടായിരുന്നു. അതും കൂടെ മാറ്റി വെച്ചാണ് നമ്മൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സഫ്വാന് വേണ്ടി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദേശം 52 എക്സിക്യൂട്ടീവ് മെമ്പർമാരും 10-13 ഭാരവാഹികളും കൂടി കമ്മിറ്റിയായിരുന്നു നമ്മൾ രൂപം കൊണ്ടത്. ആ കമ്മിറ്റി 7 അക്കൗണ്ടുകളാണ് നമ്മൾ GPay നമ്പറിന് വേണ്ടി എടുത്തത്. ഒരെണ്ണം നമ്മുടെ ജോയിന്റ് ആയിട്ടുള്ള അക്കൗണ്ട് എടുത്തത്. ആ ജോയിന്റ് അക്കൗണ്ട് ഉള്ളത് നമ്മുടെ കൺവീനറുടെ പേരിലും ഒരു കോർഡിനേറ്ററുടെ പേരിലുമാണ്. ബാക്കിയുള്ള കംപ്ലീറ്റ് 7 അക്കൗണ്ടുകളും സഫ്വാന്റെ മദറിന്റെ പേരിലായിരുന്നു. അതിൽ ഫെഡറൽ ബാങ്ക്, യൂണിയൻ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇസാഫ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, ഗ്രാമീൺ ബാങ്ക് പൊന്നാനി, ഈ 7 അക്കൗണ്ടുകളും ഞങ്ങൾ ഇന്നലെ രാത്രി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ GPay നമ്പർ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. 7559035468 ഈ അക്കൗണ്ട് നമ്പർ, ഈ GPay നമ്പറിലായിരുന്നു പൊതുസമൂഹം പണം അയച്ചിരുന്നത്. അത് കംപ്ലീറ്റ് ഞങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീൺ ബാങ്കിലെ ജോയിന്റ് അക്കൗണ്ടിലെ QR കോഡിലൂടെ അക്കൗണ്ട് നമ്പറിലൂടെയാണ് പണം വന്നിരുന്നത്. അതിലെ QR കോഡ് ഞങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ അക്കൗണ്ട് നമ്പർ മാത്രമാണ് പൊതുസമൂഹത്തിന്റെ കയ്യിലുണ്ടാവുക. അപ്പൊ അത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളത് ഖത്തറിൽ നിന്നും അതുപോലെ തന്നെ ബഹ്റൈനിൽ നിന്നും നമുക്ക് ഓഫർ ചെയ്ത കുറച്ച് ഫണ്ട് ഞായറാഴ്ചന്റെ മുമ്പ് എത്തേണ്ടതുണ്ട്. UAE നിന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് മാറ്റി വെച്ചത്. അത് പൊതുസമൂഹത്തെ അറിയിക്കാം. ഇനി ആരും സഫ്വാനും പണം അയക്കേണ്ടതില്ല. ഞങ്ങള് കൊടുത്ത മെറ്റീരിയൽ റെസീറ്റ് ബുക്കുകളായിരുന്നു. ആ റെസീറ്റ് ബുക്കുകളൊക്കെ ഒരു 95% ഞങ്ങളെ കയ്യിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ചില്ലറ ബുക്കുകൾ ഞങ്ങൾ ഞായറാഴ്ചന്റെ മുമ്പ് തന്നെ സ്വീകരിക്കും. സഫ്വാന് വേണ്ടി ഇനി ബക്കറ്റ് കളക്ഷനോ അതല്ല വാഹനങ്ങളോ റെസീറ്റ് ബുക്കുകളുടെ പിരിവൊക്കെ അവസാനിച്ചില്ല. സഫ്വാന് വേണ്ടി ഇനി ബക്കറ്റ് കളക്ഷനോ വാഹനത്തിലുള്ള പിരിവോ അതല്ലെങ്കിൽ റെസീറ്റുമായി നടന്ന പിരിവോ ഇനി ഒരിക്കലും ആരും കൊടുക്കേണ്ടതില്ല. നിയമപരമായിട്ട് അത് തെറ്റാണ്. കമ്മിറ്റി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. നിങ്ങൾ മാക്സിമം ഈ ഒരു ലൈവ് ഷെയർ ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ സഫ്വാന് വേണ്ടി ഒരു വലിയ കമ്മിറ്റി രൂപപ്പെട്ടത് നമ്മൾ പൊതുവെ കാണുന്ന രീതിയിൽ ആ സഫ്വാന്റെ കുടുംബത്തെയോ സഫ്വാന്റെ 3 മക്കളെയോ അല്ലെങ്കിൽ വാപ്പയോ സഹോദരങ്ങളോ ഇല്ലാത്ത സഫ്വാൻ മാത്രം ഒരു അത്താണിയായി സഫ്വാന്റെ വരുമാനത്തിൽ മാത്രം ജീവിക്കുന്ന പ്രായമായ ഉമ്മയോ കാണിക്കാതെയാണ് ഞങ്ങൾ ഈ ഒരു വലിയ ടാസ്ക് ഏറ്റെടുത്തത് 23 ദിവസം കൊണ്ട്. അത് പൊതുസമൂഹം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കടവിനോടും കടവിന്റെ പരിസരത്തും പൊന്നാനിയിലുമുള്ള ആളുകൾ ചേർന്ന് നിന്നപ്പോൾ അത് ഞങ്ങൾ പ്രതീക്ഷയിൽ ഏറെ തുക അക്കൗണ്ടിലേക്ക് വരേണ്ടായി. കയ്യിലായിട്ടും ക്യാഷായിട്ടും ചെക്കായിട്ടും ചലഞ്ചുകളായിട്ടും ഒക്കെ ഞങ്ങൾക്ക് ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ 40-ൽ മേലെ ഫണ്ട് വന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ക്ലോസ് ചെയ്തില്ല എന്നുള്ള ചോദ്യം ഇന്നലെ രാത്രി വരെ വിമത ചാരിറ്റിക്കാര് എന്റെ ഫോണിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഒരേ ഒരു ഉത്തരം മാത്രം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ കൂടുതൽ ഫണ്ട് സ്വീകരിച്ചത് മറ്റുള്ള ചാരിറ്റികളെ പോലെ ഞങ്ങൾ QR കോഡോ അല്ലെങ്കിൽ ഈ രോഗികളെ ദയനീയതയോ
സോഷ്യൽ മീഡിയയുടെ ഒപ്പിടുത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പില് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് തുറകളിലേക്ക് എത്തിച്ചിട്ടല്ല. ഞങ്ങൾ കൃത്യമാം തീയതി ഒരു ബഹുജന മീറ്റിംഗ് 1.5 മണിക്കൂർ ലൈവാണ് ഞാൻ ചെയ്തത്. 1.5 മണിക്കൂർ ലൈവ്. ആ 1.5 മണിക്കൂർ ലൈവ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ എക്സിക്യൂട്ടീവ് പങ്കെടുത്ത ഞങ്ങളെ കമ്മിറ്റിയുടെ രക്ഷാധികാരി കൂടിയായ പ്രിയപ്പെട്ട റഷീദ് സാഹിബ് 50,000 രൂപ ആ ദിവസവും അതിന് പിറ്റത്തെ ദിവസം 70,000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ചെയർമാൻ ആക്കി എന്നെ നിശ്ചയിച്ചപ്പോ മക്കള് വരെ അതിന് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അതില് ആ ബക്കറ്റ് കളക്ഷനിൽ നമുക്കറിയാലോ കമ്മിറ്റിയുടെ ഭാരവാഹികളെ മക്കളും അതിലുണ്ടായിട്ട്. അപ്പൊ ഇരിക്കുന്ന നൗഷാദിന്റെ 2 മക്കളെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നൗഷാദിന് അതിലൊരു യാതൊരു ലജ്ജ ആയിട്ടില്ല. എന്റെ മക്കളെ തെരുവിലേക്ക് ബക്കറ്റുമായി എങ്ങനെ പിടിച്ചു വിടും, അവര് സ്കൂളിൽ പോകേണ്ടതല്ലേ, അല്ലെങ്കിൽ അവർക്ക് പിന്നെ ക്രിസ്മസ് കാലത്ത് പരീക്ഷ ഉള്ളതല്ലേ എന്ന് പോലും ചിന്തിച്ചിട്ടില്ല. അപ്പോ ആ നാട്ടുകാർ കാണിച്ച മാതൃക, നസ്രൂന്റെ മകൻ, അതുപോലെ തന്നെ നമ്മുടെ അലിക്കയുടെ അജ്മൽ ഉൾപ്പെടെ ഉള്ള കുട്ടികൾ നേതൃത്വം കൊടുത്താണ് വലിയ രീതിയിൽ അവിടെ ദിവസങ്ങളോളം കർമ്മയുടെ മണ്ണിൽ ബക്കറ്റ് കളക്ഷൻ നടന്നത്. ആ രീതിയിലൊക്കെ ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇതുമായി സഹകരിച്ച് സഹായിച്ച മുഴുവൻ ആളുകളോടും വലിയ നന്ദിയാണ് എനിക്ക് അറിയിക്കാനുള്ളത്. പള്ളി കമ്മിറ്റികൾ വലിയ നന്ദി കളക്ഷൻ നടത്തിയിട്ടുണ്ട്. പള്ളികൾ, വിവിധ പള്ളികൾ, 50ഓളം പള്ളികളടുത്ത് ഈ പരിസരത്തുള്ള പൊന്നാനി താലൂക്കിലുള്ള വിവിധ പള്ളികളിൽ കളക്ഷൻ നടത്തിയിട്ടുണ്ട്. ആ കമ്മിറ്റിക്കാരോടും അതുമായി സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദി അറിയിക്കാണ്. പൊതുജനങ്ങൾ ഇതിൽ സഹായിച്ചിട്ടുണ്ട്, കൂട്ടായ്മകൾ സഹായിച്ചിട്ടുണ്ട്, പ്രവാസികൾ സഹായിച്ചിട്ടുണ്ട്, വിവിധ സംഘടനകൾ സഹായിച്ചിട്ടുണ്ട്, അമ്പല കമ്മിറ്റികൾ സഹായിച്ചിട്ടുണ്ട്, അയൽക്കൂട്ടങ്ങൾ സഹായിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ സഹായിച്ചിട്ടുണ്ട്, തൊഴിലാളി സുഹൃത്തുക്കൾ സഹായിച്ചിട്ടുണ്ട്, വ്യാപാര സ്ഥാപനങ്ങൾ സഹായിച്ചിട്ടുണ്ട്, ബാങ്കുകൾ സഹായിച്ചിട്ടുണ്ട്, മതവർണ്ണ ജാതി ഭേദമന്യേ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ, അതേപോലെ തന്നെ അയൽക്കൂട്ടങ്ങൾ എടുത്ത് പറയുമ്പോൾ നസീമ കൗൺസിലറൊക്കെ വലിയ മാതൃകയാണ് നമ്മളെ കമ്മിറ്റിയോട് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വി നസീമ, റംല, പിന്നെ സാവിത്രി ഉൾപ്പെടെയുള്ള പിന്നെ മഹിളയുടെ ആളുകളും സ്ത്രീകളും ഒക്കെ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും പേരുകൾ വിട്ടുപോവുകയോ മറന്നുപോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ആ 5-ാം തീയതി ഞങ്ങള് ഒരു ബഹുജന മീറ്റിംഗ് സെയിം ഹാളിലേക്ക് ഞങ്ങള് കടവത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇതിന്റെ കംപ്ലീറ്റ് ബാങ്കുകളെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൃത്യമായി ഓരോ ബാങ്കിലും എത്ര രൂപ വന്നു എന്നുള്ള കൃത്യമായി ഞങ്ങൾ അവതരിപ്പിക്കും. ഓരോ ചലഞ്ചുകൾ ഏതൊക്കെ രീതിയിൽ ആളുകൾ പങ്കെടുത്തു എന്നുള്ള അറിയിക്കും. എന്തായിരുന്നു ഈ പ്രവർത്തന സമയത്തുള്ള ചെലവ് എന്നുള്ളത് ഞങ്ങൾ കൃത്യമായി അറിയിക്കും. ഞാനിവിടെ ചെറിയൊരു കാര്യം വായിക്കാം. ഇന്നലെ വരെ രാത്രി വരെ വലിയ എമൗണ്ടുകൾ വന്നതിന്റെ പേരിലാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ടിലേക്ക് അത് പോയത്. അതിന്റെ കൃത്യമായ ഒരു കൗണ്ട് എത്താത്തതിന്റെ പേരിലാണ് ഇന്ന് അതിന്റെ എമൗണ്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാത്തത്. കനാൽ തീരം എന്നുള്ള സഫ്വാന്റെ സുഹൃത്തുക്കളുണ്ട്. അത് അവരെന്നെയാണ് ഈ കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ കൺവീനർ, കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇതിന്റെ കനാൽ തീരന്റെ ആളുകളാണ്. അവരാണ് 5,30,000 രൂപ ഇതിന്റെ ഏറ്റവും ബിഗ് എമൗണ്ട് ആയിട്ട് ആ കമ്മിറ്റിക്ക് ചലഞ്ചിലൂടെ നൽകിയിട്ടുള്ളത്. അവർ പേഴ്സണലായിട്ടും അതേപോലെ തന്നെ അവരെ കൂട്ടായ്മയിൽ നിന്ന് പിരിച്ചെടുത്ത 5,30,000 രൂപ. അതേപോലെ തന്നെ സഫ്വാന്റെ ഉമ്മയുടെ ഫാമിലി, ഉപ്പയുടെ ഫാമിലി ഒക്കെ വലിയ മാതൃക ഈ കമ്മിറ്റിക്കും അതേപോലെ തന്നെ സഫ്വാനും വേണ്ടി കാണിച്ചിട്ടുണ്ട്. ഒരു നാട് സഫ്വാനെ ഏറ്റെടുക്കുമ്പോൾ അവന്റെ കുടുംബം ഒരിക്കലും അതിൽ നിന്ന് വിട്ടുന്നില്ല. ശാരീരികമായിട്ടും അവരുടെ കുടുംബങ്ങള് സൈനുദ്ദീനിക്കും സംസുദ്ദീനിക്കും ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. TV ഫാമിലിയാണ് രണ്ടാമതായിട്ട് സഫ്വാന്റെ കുടുംബം എന്നുള്ള നിലക്ക് 4,56,000 രൂപ തന്നിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാലക്സി ക്ലബ്ബ് 2,50,500 രൂപ തന്നിട്ട് 3-ാം സ്ഥാനത്തുണ്ട്. ബാക്കിയുള്ള ആളുകൾ 10 രൂപ ഇതിലേക്ക് തന്നവരൊക്കെ ഇതിൽ മാന്യമായ ഫണ്ട് തന്നവർ തന്നെയാണ്, പങ്കാളികളായവരാണ്. പക്ഷെ സഫ്വാന്റെ വൈഫ് ഹൗസിൽ നിന്ന് പാലപ്പെട്ടില്ലേ, പാലപ്പെട്ടിയിൽ നിന്ന് ഉമർ ഐസിയുടെ നേതൃത്വത്തിൽ 2.5 ലക്ഷം രൂപയും വന്നിട്ടുണ്ട്. സഫ്വാന്റെ ഉമ്മാടെ ഫാമിലി, ഉപ്പാടെ ഫാമിലി ഒക്കെ ഞങ്ങളോട് ചേർന്ന് നിന്ന് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സഹായിച്ച ആളുകളാണ്. ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടത് പ്രാർത്ഥനയാണ്. സഫ്വാന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഫൈസൽ നായന്റെ പേരിൽ ഒരിക്കലും നമുക്ക് ഒരു ജീവൻ നിലനിർത്താൻ മാത്രം കഴിയില്ല. കൃത്യമായ ട്രീറ്റ്മെന്റ് പരിസരത്തുള്ള പുറത്തേക്ക് തന്നെ പരിസരത്തുള്ള നമ്മൾ അറിയുന്ന നമ്മളെ ഈ പ്രവർത്തനത്തിന് തയ്യാറാവുമ്പോൾ 1-2 രോഗികളെ നമ്മളെ വിളിച്ചിരുന്നു. ഞങ്ങളും ചേർത്ത് പിടിക്കുന്നുണ്ട്. പിരിവ് നടത്തേണ്ട ആവശ്യമില്ല. അതാണ് ഈ പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം.
കമ്മിറ്റി പിരിച്ചിരുന്ന അടുത്ത ഞായറാഴ്ച 4 മണിക്ക്. അപ്പൊ ഞങ്ങൾ ഈ അക്കൗണ്ടിൽ വന്ന മുഴുവൻ ഫണ്ട് സ്റ്റേജ് ഇപ്പോ പിന്നെ ഡയാലിസിസ് നടക്കുകയാണ്. നമ്മൾ ഡോണറെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. സഫ്വാന്റെ ഹെൽത്ത് ഫിറ്റ് ആണ്. ഇനി ഡോണർ ഭാഗത്തു നിന്നുള്ള പിന്നെ ഒരു കമ്മിറ്റി നടക്കണമല്ലോ, ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ കമ്മിറ്റി നടക്കേണ്ടത്, ഡോണർ ടെസ്റ്റ് നടക്കേണ്ടതുണ്ട്. ഡോണർ കുടുംബത്തിൽ നിന്നില്ല, അതിന്റെ പേരിലാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 മാസം ടു 6 മാസത്തിനുള്ളിൽ ആവും. ഇതിന്റെ പ്രൊസീജിയർ ഉണ്ടാവും, എല്ലാവർക്കും അറിയണം, പൊതുസമൂഹത്തിന് അറിയാം. എന്താ വെച്ചാൽ മാറ്റിവെക്കാൻ കുടുംബ രക്തബന്ധുക്കൾ അല്ലെങ്കിൽ അതിന് ഒരുപാട് നൂലാമാലകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പൂർത്തീകരിക്കണം. ഇതിന് തുടങ്ങുമ്പോഴേ മുമ്പേ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നാണ് അവന്റെ വീടിന് ചെറിയൊരു ശോചനീയാവസ്ഥ ഉണ്ട്. എന്താ വെച്ചാൽ അത് ഇതിൽ ഉൾപ്പെടുത്തും. എന്താ വെച്ചാല് ഒരു ബാത്റൂം, ഒരു 7.5 ലക്ഷം രൂപ നമ്മള് പുറത്തുള്ള ഇവർക്ക് പിരിച്ച ഫണ്ടിൽ നിന്ന് പുറത്തൊരു 4 പേർക്ക് നമ്മള് ഇതിൽ നിന്ന് ഈ ഒരു വേദിയിൽ വെച്ചിട്ട് ഈ 5-ാം തീയതി പൊതുവേദിയിൽ വെച്ചിട്ട് അവിടെ വെച്ച് കൊടുക്കും. അല്ലാതെ ഞങ്ങൾ ചെയർമാനോ കൺവീനറോ കൊണ്ടുപോയി കൊടുക്കൂല, അവിടെ വെച്ചിട്ട് തന്നെ കൊടുത്തിട്ട് ബാക്കിയുള്ള ഫണ്ട് പിന്നെ സഫ്വാന്റെ ഒരു ജോയിന്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കണം. നമ്മൾ കൺവീനറെ ജോയിന്റ് അക്കൗണ്ടിൽ, കൺവീനറുടെ പേരിലുള്ള ജോയിന്റ് അക്കൗണ്ട്, കൺവീനറും കോർഡിനേറ്ററും ഉൾപ്പെടെയുള്ള ജോയിന്റ് അക്കൗണ്ട് സൂക്ഷിക്കണം. ബാക്കി എല്ലാ ഫണ്ടും അതിലേക്ക് മാറ്റും. പിന്നെ ഇതിന് ചികിത്സക്ക് വേണ്ടി നമ്മൾ പിന്നെ 4 പേരെ കമ്മിറ്റിയിൽ നിന്നും 2 പേരെ അവർ കുടുംബം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരൊരു മാമനെയും അവരൊരു കുഞ്ഞിപ്പാനെയും 4 പേർക്ക് കൊടുക്കുന്നുണ്ട്. പോത്തനൂരുള്ള മുത്തു, അതേപോലെ തന്നെ നടക്കാവിലുള്ള 4 പേര്. ഇവരതേ പ്രായക്കാരാണ്. നമ്മൾ പറയുന്നത് ഒന്ന് പോത്തനൂർ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ചികിത്സക്ക് ബുദ്ധിമുട്ട്, ഫിനാൻഷ്യൽ പിരിവ് എവിടെ എത്തിയിട്ടില്ല. അവർക്ക് അവർ 2 മാസം കമ്മിറ്റി ആറുണ്ട്. 10 ലക്ഷം അവർക്ക് ആവശ്യം, പക്ഷെ അവർക്ക് 5 ലക്ഷം ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 4 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാലിന് സ്വാധീനം ഇല്ലാത്ത വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഉപയോഗപ്പെടുത്താൻ മുഴുവനല്ല, സഫ്വാൻ തുടർ ചികിത്സക്ക് മാറ്റി വെക്കുന്നുണ്ട്. വീട്ടില് ബാത്റൂം ഉണ്ടാക്കേണ്ട വിഷയങ്ങളുണ്ട്, നമുക്കറിയാം, ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാൻ. ഇനി കൺവീനർ വേണേ 2 വാക്ക് സംസാരിക്കും. കൺവീനർ സംസാരിക്കും, കണ്ടന്റ് മാത്രം സംസാരിക്കും. ആ ഹോസ്പിറ്റലുകാർ മാത്രം പറഞ്ഞോളൂ. പിന്നെ നമ്മൾ ആ ഫണ്ട് വന്ന വിവാദാകത്തിന്റെ കാര്യം പറഞ്ഞോളൂ. തീർച്ചയായും നമ്മുടെ ഈശ്വരമംഗലം എന്ന നമ്മളെല്ലാവരും ഈ സ്ഥലത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ അഭിമാനിക്കുന്നു. നമ്മുടെ നാട്ടിലൊരു വിഷയം വന്നപ്പോൾ ആ ഈശ്വരമംഗലം എന്ന സ്ഥലം അത് ഏറ്റെടുക്കുകയും തൊട്ടടുത്ത പ്രദേശമായ നെരുപ്പറമ്പ് മുതൽ ഏകദേശം പൊന്നാനി വരെയുള്ള എല്ലാ ആ മേഖലകളിലുള്ള ആൾക്കാരും അവർ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഇത് നിന്ന കാരണം നമ്മളെ ഈ ഒരു വിജയം കൈവരിക്കാനായി നമുക്ക്. പിന്നെ സഫ്വാന്റെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നെഫ്രോളജി വിഭാഗത്തിൽപ്പെട്ട ഇതിന്റെ ചീഫ് കോർഡിനേറ്ററെ തന്നെ നമ്മൾ സമീപിച്ചിട്ടുള്ളത്. അതിന്റെ തുടർ ചികിത്സകളും ടെസ്റ്റുകളും കാര്യങ്ങളും ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ അടുത്ത ഞായറാഴ്ച 4 മണിക്ക് കടത്ത് സ്കൂളിൽ വെച്ച് ചേരുന്ന യോഗത്തിൽ നമ്മളെ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് വിശദീകരിക്കുന്നതാണ്. നന്ദി പറയാം.